കേരളത്തിൻ്റെ സാമൂഹിക പാരിസ്ഥിതിക ഘടനയ്ക്കനുസരിച്ചുള്ള നിർമ്മാണ രീതി മുന്നോട്ട് വെക്കുകയാണ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉർവി ഫൗണ്ടേഷൻ എന്ന NGO. പരമ്പരാഗതമായി നിലവിലുള്ള നിർമ്മാണ രീതികൾക്ക് ബദലായി പുതിയ രീതിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉർവി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ആർക്കിടെക്റ്റ് കൂടിയായ നസീഫ് ചേരുന്നുണ്ട്. എന്താണ് ഉർവി? ഉർവി ഫൗണ്ടേഷൻ നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഒരു ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി റീജിയനാണ്. അങ്ങനെ ഒരു ഹോട്ട്സ്പോട്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ആ ഒരു റീജിയനോട് എങ്ങനെ നീതിപൂർവം പ്രവർത്തിക്കണമെന്നുള്ള ഒരു റിസർച്ചാണ് യഥാർത്ഥത്തിൽ ഉർവി ഫൗണ്ടേഷൻ്റെ തുടക്കം എന്ന് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ പരിസ്ഥിതി വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ. അതേസമയം അതിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം 3.3 കോടി ജനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ 2023 കണക്കനുസരിച്ചിട്ട് 1,09,00,000 വീടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും വീടുകൾ എന്നൊരു ആവശ്യത്തിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പാരിസ്ഥിതിക ഘടനയ്ക്ക് അനുസരിച്ചിട്ടുള്ള മെറ്റീരിയലാണോ നമ്മൾ അതിനുവേണ്ടി കണ്ടെത്തുന്നത് എന്നുള്ള ഒരു നിലവിലുള്ള ക്വസ്റ്റ്യനാണ് ആൻസറായിട്ട് ഉർവി ഫൗണ്ടേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫ്രീ സ്റ്റോൺ മൂവ്മെൻറ്റ് ഇതാണല്ലോ ആദ്യം മുന്നോട്ട് വെക്കുന്നത്. അതെന്താണ് ഈ ഫ്രീ സ്റ്റോൺ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് ബദൽ എന്താണ്? ഈ സ്റ്റോൺ ഉപയോഗിക്കാതെ എന്താണ് ബദൽ? സ്റ്റോൺ ഫ്രീ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നിർമ്മാണ ആവശ്യത്തിന് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷനിലും ചുവരിലും റൂഫിലും സ്റ്റോണിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഈ സ്റ്റോൺ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് നിർബാധം ക്വാറിയിങ് തുടർന്നു കൊണ്ടിരിക്കേണ്ടി വരുന്നത്. 2018 പ്രളയത്തിന് ശേഷം നമുക്കൊരു എഡ്യൂക്കേഷൻ കിട്ടി, നമ്മുടെ നാട് ഇങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ റെസ്പോൺസിബിളായി പെരുമാറണമെന്ന്. പക്ഷേ അതിൻ്റെ കണക്ക് പറയുന്നത് 2018-19 കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഇന്നേ വരെയുള്ള ഏറ്റവും വലിയ ക്വാറിയിങ് നടന്നിട്ടുള്ളത്. അത്രയധികം ടണ്ണ് ക്വാറിയിങ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ആവശ്യമുണ്ട്. സ്വാഭാവികമായി ആ ആവശ്യം നിറവേറ്റുന്ന പല ടെക്നോളജി അവൈലബിൾ ആണ്. നമ്മുടെ പഴയ കാലത്ത് തന്നെ ട്രഡീഷണൽ നോളജിൽ തന്നെ അത് അവൈലബിൾ ആണ്. കരിങ്കല്ല് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള നിർമ്മാണ രീതി. അതെ, തീർച്ചയായും. കരിങ്കല്ല് പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഫൗണ്ടേഷനായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഗുജറാത്ത് ഗവൺമെൻറ്റിൽ ഈ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ പറയുന്നത് റാംഡ് എർത്ത് ഫൗണ്ടേഷനാണ്. റാംഡ് എർത്ത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഫൗണ്ടേഷനാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സ്റ്റോൺ ഒഴിവാക്കിയിട്ട് മണ്ണ് ഇടിച്ചുറപ്പിച്ചുണ്ടാക്കുന്ന ഫൗണ്ടേഷനാണ് റാംഡ് എർത്ത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് ഭൂകുലുക്കത്തിനെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. സ്വാഭാവികമായി നമുക്ക് കേരളത്തിൽ നല്ല മണ്ണുണ്ട്. ആ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ചെയ്യാവുന്നതാണ്. രണ്ടാമത് ചുവരുകളെ പറ്റി നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കാറുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾക്കോ അല്ലെങ്കിൽ മറ്റ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷനോ പകരം ഈ മണ്ണ് തന്നെ കൃത്യമായ നിലയിൽ നമുക്ക് പല ടെക്നിക്കിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. റൂഫിൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. സ്റ്റോൺ ഒഴിവാക്കിക്കൊണ്ടുള്ള റൂഫാണ് പഴയ കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പഴയ മേച്ചിലോടുകൾ അത്തരം കൺസ്ട്രക്ഷനുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ കാലത്തൊരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ വലിയ അർത്ഥത്തിൽ 92% റൂഫിംഗ് കോൺക്രീറ്റിലേക്കാണ് പോകുന്നത്. അതേസമയം നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല റൂഫിംഗ് ടെക്നോളജിയും ഒഴിവാക്കിയിട്ടാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു വ്യത്യാസം അനുസരിച്ചിട്ട് നമ്മൾ ആ പ്രദേശത്തിനോട് കാണിക്കേണ്ട ഒരു നീതിപൂർവമായ ഒരു സമീപനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായ സ്പേസുകൾ ഉണ്ടാക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ, അതായത് നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയും എന്നാൽ നമ്മുടെ പരിസ്ഥിതിയുടെ കൂടി ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സ്വഭാവത്തിൽ മാറുക എന്നതാണ്. ഈ അർത്ഥത്തിൽ എല്ലാ മേഖലയിലും കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയിലെ കൺസ്ട്രക്ഷനിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഹൗസിംഗ് സെക്ടറിലാണ്. സ്വാഭാവികമായി ഹൗസിംഗ് എന്ന് പറയുന്ന ആ മേഖലയിൽ നമുക്ക് ഇടപെടാൻ കഴിയും, സാധ്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൈ റൈസ് ബിൽഡിങ്ങുകളുണ്ട്. നമുക്ക് പുതിയ കാലത്തെ ടെക്നോളജികൾ വികസിപ്പിച്ചുകൊണ്ട് റാംഡ് എർത്ത് പാനൽസ് പോലെ തുടങ്ങിയ പുതിയ മെറ്റീരിയൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മുടെ ഹൈ റൈസ് ബിൽഡിങ്ങിൽ ഉൾപ്പെടെ നമുക്ക് ചെയ്യാവുന്ന സൊല്യൂഷൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റീജിയനുകളിൽ ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റി ഉള്ള റീജിയനുകളിൽ ആളുകൾ എങ്ങനെയാണ് അതിനെ സർവൈവ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയത് എന്ന് പരിശോധിച്ചാൽ അത് നമ്മൾ ഈ കഴിഞ്ഞ സമയത്ത് എർത്തന സമ്മിറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് മനസ്സിലായത് വ്യത്യസ്ത റീജിയനിലുള്ള ആളുകൾ സംസാരിക്കുന്നത് കേരളം പോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അതിന് പ്രതിരോധം സൃഷ്ടിക്കേണ്ടതെന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് നടത്തുക. അവിടെയുള്ള പാരമ്പര്യമായി ഉപയോഗിക്കുന്ന ടെക്നോളജികളും ടെക്നിക്സും
തിരിച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. ഇവിടെ ഇപ്പം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരമ്പരാഗതമായ രീതിയിൽ മണ്ണ് ഉപയോഗിച്ചുള്ള ഫൗണ്ടേഷൻ ചുമര് ഉൾപ്പെടെ നിർമ്മിക്കാം. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ? മറ്റൊന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം, പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ അന്ന് സാങ്കേതികവിദ്യ കുറവായിരുന്നു. അപ്പം തന്നെ ഈ കരിങ്കല്ല് ഉൾപ്പെടെ കോറിങ് അത് പൊട്ടിച്ചെടുക്കാനുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ടായിരിക്കില്ല അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പുതിയ കാലത്ത് അത് സാധ്യമാണോ? ഈ മണ്ണ് കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത് വൈസാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ അത് ഡ്യൂറബിലിറ്റി, സ്ട്രെങ്ത് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി കംപ്രസീവ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ അതിലെത്രത്തോളം ലോഡ് അപ്ലൈ ചെയ്തിട്ട് അത് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയധികം അതിന് സ്ട്രെങ്ത് എടുക്കാൻ, അതായത് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി കിട്ടുമെന്നുള്ളതാണ്. ഇത് നമ്മുടെ സ്റ്റോണിനെ പോലെ തന്നെ മണ്ണിനുമുണ്ട്, അതിനെ ആക്കിയെടുക്കാനുള്ള ടെക്നോളജി ഉണ്ട് എന്നുള്ളതാണ്. അതാണ് അതിലൊരു ടെക്നോളജിയാണ് റാംഡ് എർത്ത് അല്ലെങ്കിൽ കംപ്രസ്ഡ് സ്റ്റെബിലൈസ്ഡ് എർത്ത് ബ്ലോക്സ് എന്നൊക്കെ പറയുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഫൗണ്ടേഷൻ്റെ കേസിൽ ഗുജറാത്ത് ഗവൺമെൻറ് തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള മാനുവൽ പ്രകാരം അവിടെ ഫൗണ്ടേഷൻ മണ്ണ് കൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കച്ച് പോലുള്ള ഭൂകമ്പ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ലാറ്ററലായിട്ടുള്ള ലോഡ്സിനെയും മുകളിൽ നിന്നുള്ള ലോഡിനെയും നമുക്ക് ഒരേ സമയം നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത്രയും പവർഫുള്ളാണ് നമ്മുടെ സോയിൽ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സോയിലിന് വേറെയും സവിശേഷതകളുണ്ട്. കേരളത്തിലെ സോയിൽ ക്ലേയും സിൽറ്റും ഗ്രാവലും സാൻഡുമുള്ള സോയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല അർത്ഥത്തിൽ ഇതിന് ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ഉർവി മുന്നോട്ട് വെക്കുന്ന ഈ ആശയപ്രകാരം പുതിയ കെട്ടിടങ്ങളോ വീടുകളോ നിർമ്മിച്ചിട്ടുണ്ടോ? അതിൻ്റെ അറയ്ക്കൊരു അംഗീകാരം കിട്ടുന്നുണ്ടോ? കഴിഞ്ഞ ഒരു 10 വർഷത്തെ നമ്മുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു പ്രശ്നം വരുമ്പോൾ ആളുകൾക്ക് ഇതിൻ്റെ മാതൃകകൾ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 100-ലധികം ബിൽഡിങ്ങുകൾ ഇപ്പോൾ തന്നെ ഈ നിലയ്ക്ക് വന്നിട്ടുണ്ട്. അതേസമയം നമ്മൾ പുതിയ ജനറേഷനെ പഠിപ്പിക്കുകയാണ്. അതായത് പഴയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ അത് കണ്ട് കഴിഞ്ഞ സംഗതിയാണെങ്കിലും പുതിയ ജനറേഷന് അറിവില്ലായ്മയാണ് പ്രധാന പ്രശ്നം. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള റിസോഴ്സിനെ പറ്റിയുള്ള അറിവ് അവർക്ക് കൊടുക്കുക. ആർക്കിടെക്ട്സിനെയും എൻജിനീയേഴ്സിനെയും അതുപോലെ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലേബർ ടീമിനെയും പരിശീലിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് ഉർവി കോസ എന്ന് പറയുന്ന ഉർവി ഫൗണ്ടേഷൻ്റെ ഒരു റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ തിരുവനന്തപുരം ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ആ ഉർവി കോസയിലൂടെ 2500-ലധികം ആർക്കിടെക്ട്സും എൻജിനീയേഴ്സും ഇതിനോടകം തന്നെ പരിശീലിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ആശയപ്രകാരം പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. അതോടൊപ്പം ഈ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുക ഇത് വെച്ചിട്ടുള്ള നിർമ്മാണ രീതി അവലംബിക്കുന്നു? അത് പോളിസി ചേഞ്ചിൻ്റെ കൂടി പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണത്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു പുതിയൊരു കൺസ്ട്രക്ഷൻ എന്ന നിലയ്ക്ക് പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ മാർക്കറ്റ് അവൈലബിലിറ്റികൾ പ്രശ്നമായിരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമൻറ്റിന് ബദലായിട്ട് നമ്മൾ പറയുന്നത് ലൈമാണ്. പണ്ട് കാലങ്ങളിൽ സിമൻറ്റ് ഇല്ലായിരുന്നു. അത് സിമൻറ്റിൻ്റെ കാലഘട്ടം വരുന്നത് ഏതാണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ 100 വർഷത്തിന് പിന്നിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സിമൻറ്റിൻ്റെ കൺസ്ട്രക്ഷന് ബദലായിട്ട് നമ്മൾ പറയുന്ന ലൈമിൻ്റെ കൺസ്ട്രക്ഷന് മെറ്റീരിയൽ അവൈലബിലിറ്റി പ്രശ്നമായേക്കാം. സ്വാഭാവികമായും ആ മെറ്റീരിയൽ മാർക്കറ്റിൽ വരുന്നൊരു സമയത്തായിരിക്കും അതിന് കോസ്റ്റ് വൈസ് നമുക്ക് മെച്ചം ഉണ്ടാവുക. അതേസമയം കുറച്ചുകൂടി കാലഘട്ടം നമുക്ക് ആവശ്യമാണ്. ഇത്തരം ടെക്നോളജികൾ കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യണം, മാർക്കറ്റിൽ അവൈലബിൾ ആവണം. സ്വാഭാവികമായി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കോസ്റ്റിലേക്ക് ഇത് വരുമെന്നുള്ളതാണ്. നിലവിലുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റിന് സെയിം ആയിട്ടുള്ള, അതായത് അതിനോട് ചേർന്ന നിലയിലുള്ള ഒരു കോസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഭൂഘടന സവിശേഷമായൊരു ഭൂഘടനയാണ്. ഇപ്പോൾ ഈ ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം സ്വയം വെള്ളമാണ്. ഓരോ പ്രദേശത്തും മലമ്പ്രദേശം ഈ മണ്ണിടിച്ച ആ സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിലുള്ള നിർമ്മാണ പ്രക്രിയ ആണെങ്കിൽ ആ രീതിയാണോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? അതെ, 3 വ്യത്യസ്ത റീജിയനുകളുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാറുള്ള സംഗതിയാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇത് മൂന്നായി തന്നെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഈ പഠനം പൂർത്തിയായില്ല എന്ന് ഞാൻ പറയും. കാരണം പഠനം എന്ന് പറയുന്നത് ഒരു നാട്ടിലുള്ള റീജിയണലായിട്ടുള്ള സ്റ്റഡി നമ്മൾ കുഞ്ഞുനാളിൽ പഠിക്കുമ്പോൾ അത് എന്തിനാണത് പഠിക്കുന്നതെന്ന് കൂടി നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ, ഞാനൊരു തീരപ്രദേശത്തുള്ള ഒരാളാണെങ്കിൽ എൻ്റെ നാട്ടിലൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കാണ്
മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ആ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നുകൂടി നമ്മൾ പഠിക്കപ്പെടണം. ആ അർത്ഥത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ റീജിയനിലും വ്യത്യസ്ത സോണുകളിലായിട്ട് ചെയ്യേണ്ട സംഗതിയാണ്. നമ്മൾ 3 പ്രോട്ടോടൈപ്പുകൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് 2018 പ്രളയ സമയത്ത് വയനാട് പൊഴുതനയിൽ ചെയ്തൊരു പ്രോട്ടോടൈപ്പാണ്. അവിടുത്തെ പൊഴുതന പഞ്ചായത്തിൻ്റെ ഫുൾ കാർമ്മികത്വത്തിൽ ചെയ്ത പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിന് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു 2019. ആ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വയനാട് പോലുള്ളൊരു സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പുനരധിവാസം സാധ്യമാവേണ്ടതുണ്ട്. അതിന് റാപ്പിഡായിട്ടുള്ള കൺസ്ട്രക്ഷനുകൾ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാതെ സ്റ്റീൽ കൊണ്ടും സിമൻറ്റ് ഫൈബർ ബോർഡ് പോലെയുള്ള പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നൊരു മാതൃക നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ആലപ്പുഴ പോലെയുള്ള ഫ്ലോട്ടഡ് ആയിട്ടുള്ള വെള്ളം കയറി നിൽക്കുന്ന പ്രദേശം, എപ്പോഴും മഴക്കാലത്ത് അവിടെ വെള്ളപ്പൊക്കമാണ്. ആ പ്രദേശങ്ങളിൽ നമുക്ക് ആംഫിബിയസ് എന്ന് പറയുന്ന വെള്ളം വരുമ്പോൾ വീടുകൾ പൊന്തുകയും അത് കഴിയുമ്പോൾ അത് ഇരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു സംഗതി നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാന പ്രതിസന്ധിയായി വന്ന ഒരു സംഗതിയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. അത് 2024 പിന്നെ മേപ്പാടിയിൽ സംഭവിച്ച ദുരന്തം നമ്മൾ കണ്ടതാണ്. ആ വലിയ ദുരന്തത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് ഡെബ്രി വേസ്റ്റുകൾ, കോൺക്രീറ്റിൻ്റെ തന്നെ വേസ്റ്റുകൾ നമുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത്രയധികം തുടച്ചു നീക്കിയിട്ടുണ്ട്. അത്തരം വേസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, ആ വേസ്റ്റുകളെ പുനരുപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഡെബ്രീസ് കൺസ്ട്രക്ഷൻ, അതിന് നമ്മൾ ജങ്കോപ്പ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വികസിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഏത് വേസ്റ്റിനെയും ബിൽഡിംഗ് മെറ്റീരിയലാക്കി മാറ്റിക്കൊണ്ട് അത് പാനൽ സ്വഭാവത്തിലോ ബ്ലോക്ക് സ്വഭാവത്തിലോ ആക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനിയും മലകളെ തുരക്കാതെ, ഇനിയും പുഴകളെ ആക്രമിക്കാതെ, ഇനിയും മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാക്കാതെ നമുക്ക് ആ കിട്ടുന്ന മെറ്റീരിയൽ അതിന് കൺസ്ട്രക്ഷൻ പർപ്പസിലേക്ക് മാറ്റാവുന്ന ടെക്നോളജികൾ ലോകത്ത് അവൈലബിളാണ്. അത് നമ്മളും നമ്മുടെ സമൂഹവും നമ്മുടെ ഗവൺമെൻറ്റും ആ അർത്ഥത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു വിരാമം ഉണ്ടായേക്കാം. നമ്മളിപ്പോൾ ഇത് പറഞ്ഞു കുറേ രീതിയിൽ പറഞ്ഞു. ഇത് പ്രാക്ടിക്കലി നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ? നിലവിൽ പൊഴുതനയിൽ ചെയ്ത പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ സക്സസ്ഫുൾ പ്രൊജക്റ്റ് എന്ന് പറയാം. കാരണം ആ 2018 പ്രളയത്തിന് ശേഷം 2019 അതേ സ്ഥലത്ത് അതുപോലെ പ്രളയം വന്നു, അതേ ലെവലിലുള്ള വെള്ളം വന്നു, അത് അതിജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിറ്റേ വർഷം അതിനൊരു നാഷണൽ അവാർഡ് കിട്ടിയത്. അപ്പോൾ പോസ്റ്റ് ഫ്ലഡ് റാപ്പിഡ് ഹൗസിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് ഈവൻ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ പോലും പല നിലയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതികളിൽ പോലും സ്റ്റീൽ കൺസ്ട്രക്ഷനുകൾ പ്രയോജനപ്പെടുത്താമെന്ന സ്ട്രാറ്റജി ചേഞ്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ നിലയ്ക്ക് ഒരു ചെറിയ മാറ്റമല്ല, ആളുകളെ മനോഗതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ ദേശീയ പുരസ്കാരം ലഭിച്ചതായി അന്താരാഷ്ട്ര തലത്തിലും ഈ ഒരു രീതിക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ടോ? ആ നിലയ്ക്ക് എന്തെങ്കിലും പുരസ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലബ്ധികളുണ്ടോ? എർത്തിന സമ്മിറ്റ് എന്ന് പറയുന്ന ദോഹ കേന്ദ്രീകരിച്ച് ഖത്തർ ഫൗണ്ടേഷൻ നടത്തുന്ന ഒരു വലിയ സസ്റ്റൈനബിലിറ്റി മൂവ്മെൻ്റ് ഉണ്ട്. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലോകത്തുള്ള 105 രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 400-ലധികം പ്രൊജക്റ്റുകളുണ്ട്. ആ പ്രൊജക്റ്റുകളൊക്കെയും ട്രഡീഷണൽ നോളജിനെ സസ്റ്റൈനബിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളാണ്. അതിൽ ആദ്യത്തെ 12-ൽ ഉർവി ഫൗണ്ടേഷൻ്റെ സ്റ്റോൺ ഫ്രീ മൂവ്മെൻറ്റ് പിന്നെ സെലക്ട് ചെയ്യപ്പെട്ടു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് നടന്ന ഒരു വലിയൊരു സന്തോഷം. അത് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഖത്തറിലെ എർത്തിന സമ്മിറ്റിൽ, ആഗോള പരിസ്ഥിതി ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ ഇടയായി. ആ സമയത്ത് മനസ്സിലായത് ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഇത്തരം സസ്റ്റൈനബിലിറ്റി ആശയങ്ങൾ, അതിനോട് കിടം പിടിക്കുന്ന ഒരു ആശയമായിട്ട് കേരളത്തിൽ നിന്നുള്ള ഈ സ്റ്റോൺ ഫ്രീ മൂവ്മെൻറ്റ് ഉയർന്നു വന്നു എന്നതാണ് അവിടെ നമ്മൾക്ക് സ്വീകരിക്കപ്പെടാനുള്ള കാരണമെന്ന് മനസ്സിലാക്കും. ഇപ്പം ഈ രീതിക്ക് കേരളത്തിൽ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ, ഒരു സ്വീകാര്യത കിട്ടണമെങ്കിൽ സർക്കാർ തലത്തിലൊരു പിന്തുണ കൂടി വേണം. ആ നിലയ്ക്കുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആ നിലയ്ക്കൊരു പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെ ഏറ്റവും 5 വ്യത്യസ്ത പരിപാടികളിൽ ഏറ്റവും അവസാനത്തെ ഒരു അല്ലെങ്കിൽ 5ാമത്തെ പരിപാടിയായിട്ട് നമ്മൾ കാണുന്നത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയെ നമ്മൾ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചേഞ്ച് കൂടി വരേണ്ടതുണ്ട്. അത് ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാവേണ്ടതാണ്. അതിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലഡ് സമയത്ത് പ്രോട്ടോടൈപ്പുകളുണ്ട് എന്ന് കേരളത്തിലെ മുഴുവൻ
ജില്ലാ കളക്ടേഴ്സിന് നമ്മൾ ഡയറക്റ്റ് മെയിൽ ചെയ്യുകയും 1-2 കളക്ടേഴ്സിന് നമ്മൾ നേരിട്ട് കാണുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊഴുതനയിൽ ആ പ്രൊജക്റ്റ് നടക്കേണ്ടായത്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ഈ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് NIT കാലിക്കട്ട് കേന്ദ്രീകരിച്ച് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലൊക്കെയും ഭാഗമാവുന്നുണ്ടെന്നുള്ളതാണ്. മൂന്നാമത്തേത് കേരളത്തിലുള്ള കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് ആളുകൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് ചൂട് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ ചൂട് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് സസ്റ്റൈനബിലിറ്റിയിൽ വരുമ്പോൾ കുറയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആശയം. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ബിസിനസ് ലെവലിലുള്ള ആളുകൾക്കിടയിലും അതുപോലെ ടെക്നോക്രാറ്റുകളായിട്ടുള്ള ആളുകൾക്കിടയിലും കൺസ്ട്രക്ഷൻ ഇനിയൊരു ചൂട് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതികളിലേക്കുള്ള അഭിപ്രായ സ്വീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അർത്ഥത്തിൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ഉർവി ഫൗണ്ടേഷൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ പറയാൻ പറ്റുന്ന സംഗതി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത് മഴ സമയത്ത് മാത്രം ചർച്ച ചെയ്യേണ്ട ഒന്നായിട്ട് ഇപ്പോൾ മാറുന്നില്ല. കാരണം പല സമയങ്ങളിലും ഇത് പ്രശ്നങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ അവസാനിക്കാനും പോകുന്നില്ല. കേരളത്തിലെ ഗവൺമെൻറ് ആ നിലയ്ക്ക് അതിനെ ടേക്കപ്പ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. വൈകാതെ തന്നെ പരക്കെ ഒരു അംഗീകാരം ഈ ആശയത്തിന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. എന്തായാലും അത് ഉണ്ടാവേണ്ടതാണ്, നമുക്ക് എല്ലാവർക്കും അനിവാര്യവുമാണ്. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് ഉർവി ഫൗണ്ടേഷൻ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൻ്റെ പരിസ്ഥിതി ഘടനയ്ക്കനുസരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് ഉർവി ഫൗണ്ടേഷൻ മുന്നോട്ട് വെക്കുന്നത്.